ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു 10 ദിവസത്തെ ഹെയർ കെയർ റുട്ടീനാണ്. അതിൽ ഞാൻ ഹെയർ കെയർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പാക്കാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളെപ്പോഴും ഓരോ പാക്കുകളൊക്കെ മാറി യൂസ് ചെയ്യുന്നതിലും നല്ലത് നമുക്ക് പറ്റുന്ന പാക്ക് ഏതാണോ, അല്ലെങ്കിൽ നമ്മളുടെ മുടിക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള പാക്കുകൾ കണ്ടെത്തി അതൊരു റുട്ടീൻ ബേസിൽ, അതൊരു ടൈം ടേബിൾ ബേസിസിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ പ്രശ്നങ്ങൾക്കനുസരിച്ചുള്ള പാക്കുകളായിരിക്കണം നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. അപ്പോൾ ഓരോ പാക്കിനും ചിലത് ഡ്രൈ ആവുന്നതുണ്ട്, ചിലത് എന്താ പറയുക നല്ല ഓയിലി ആവുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് അങ്ങനെ ഓയിലി ആവുന്നതും ഒരുപാട് ഡ്രൈ ആവുന്നതും മുടിക്ക് കേടാവുന്നതും ഒക്കെ പാക്ക് അടുപ്പിച്ച് ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ കുറേയൊക്കെ നോക്കി ഏതാ നല്ലത്, അല്ലെങ്കിൽ ഏതെങ്ങനെ ചെയ്യണം എന്നൊക്കെ നോക്കിയിട്ട് കുറേ പാക്കുകൾ എടുത്തിട്ട് ഒരു ടൈം ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ബേസിസിൽ ഞാൻ ഹെയർ കെയർ ചെയ്യുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ് ഇത്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഏതൊക്കെ പാക്കാണെന്ന് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ പാക്കുകളൊക്കെ തന്നെ ഞാൻ മുമ്പ് വീഡിയോ ആക്കിയിട്ട് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയാൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ എന്തായാലും ഒരു ഹെയർ കെയറോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ ആദ്യം ക്ലീനിങ്ങിൽ കൂടെയല്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ മുടി ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചീപ്പ്, പിന്നെ നമ്മൾ തലയിൽ ഉപയോഗിക്കുന്ന തോർത്തോ ടവലോ എന്തും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കാരണം നമ്മൾ മുടി മാത്രം ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതിനകത്ത് ഉപയോഗിക്കുന്ന ചീപ്പാണെങ്കിലും ടവലാണെങ്കിലും പിന്നെ വന്നിട്ട് ഒരു പില്ലോ കവറില്ലേ, നമ്മൾ തല വയ്ക്കുന്ന പില്ലോടെ കവറും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ അത് അത്രയും നല്ലതായിരിക്കും. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതാണ് ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് കാര്യം, അതാണ്. അപ്പോൾ അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡേ 1 തൊട്ട് തുടങ്ങാം. അപ്പോൾ ഡേ 1 നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ ഈ സ്പൂണിനൊരു 4 സ്പൂൺ ഓയിൽ എടുക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ 1 സ്പൂണ് കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്യുന്നു. പിന്നെ അത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുത്തിട്ട് എടുത്തതിന് ശേഷം ഒരു വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചൊഴിച്ചിട്ട് മുടിയിലും സ്കാൽപ്പിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞു. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തമ്മിലാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളുടെ ചെറുള്ളിയുടെ നീരില്ല, ഒരു 8-10 ചെറുള്ളി എടുത്തിട്ട് ആ നീരും കൂടെ മിക്സിയിലിട്ട് അടിച്ച് ആ നീര് എടുത്തിട്ട് നമ്മളുടെ സ്കാൽപ്പിലൊന്ന് തേച്ച് കൊടുക്കുകയാണ്. എണ്ണ തേച്ചതിന് ശേഷം തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാനിവിടെ ഉള്ളിയുടെ നീര് എടുക്കുന്നില്ല, അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. എണ്ണ നന്നായിട്ട് തേച്ചതിന് ശേഷം ഷാമ്പൂ ഇടുന്നു, പിന്നെ കണ്ടീഷണർ ഇടുന്നു, അതേ ഉള്ളൂ. അതാണ് ഡേ 1 ചെയ്യുന്നത്. നമ്മൾ വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വന്നിട്ട് ഡേ 2 ആണ്. ഡേ 1 ആണെങ്കിലും ഡേ 2 ആണെങ്കിലും രാവിലെ മുടിയിൽ കെട്ടിക്കളഞ്ഞ് എന്തെങ്കിലും സെറവോ അല്ലെങ്കിൽ ടോണറോ എന്തെങ്കിലും ഒന്ന് തേച്ച് മസാജ് ചെയ്ത് മുടി ഒന്ന് കെട്ടി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഡേ 1 ഞാൻ ഷാമ്പൂ ചെയ്തതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ എണ്ണ തേച്ചിട്ട് ചെറിയൊരു താളിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കിയിട്ട് ഫോളോ ചെയ്യാം. അപ്പം ഡേ 2 അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡേ 3 നോക്കാം. ഡേ 3 നമ്മൾ ക്ലീനൊക്കെ ചെയ്തല്ലേ, അത്യാവശ്യം മുടി ഡ്രൈ ആണ്. അപ്പം നമുക്കിന്ന് ചെറിയൊരു പാക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സ്പൂണിൻ്റെ 2 സ്പൂണ് എണ്ണയാണ് തലയിൽ തേച്ച് കൊടുക്കാറുള്ളത്. പാക്ക് ചെയ്യുന്ന ദിവസം 2 സ്പൂൺ എണ്ണ തേക്കും. അല്ലാതെ നോർമൽ ഹെയർ വാഷ് ആണെങ്കിൽ 1 സ്പൂൺ എണ്ണ തേക്കും. പിന്നെ ഡീപ്പ് ഓയിലിംഗ് വരുമ്പോൾ 4 സ്പൂൺ, അതാണ് ഞാൻ ചെയ്യാറുള്ളത്. 3-ാമത്തെ ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പേരയിലയും പിന്നെ ചുമന്നുള്ളിയും തൈരും കൂടിയുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് എന്തുകൊണ്ട്
ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ ബെനിഫിറ്റ്, എന്തുകൊണ്ടാണ് ഈ 3-ാമത്തെ ദിവസം ചെയ്യുന്നത്, അതൊക്കെ വന്നിട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ 3-ാമത്തെ ദിവസം ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു പാക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡേ 4 എന്താണെന്ന് നോക്കാം. ഡേ 4 വന്നിട്ട് മുടിയിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നോർമൽ ഹെയർ വാഷ് മാത്രമേ ചെയ്തുള്ളായിരുന്നു. ഇനി നമുക്ക് ഡേ 5 ആണ്. ഡേ 5 വന്നിട്ട് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു പാക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ പ്രോട്ടീനാണ് കൊടുക്കുന്നത്. പ്രോട്ടീൻ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രോട്ടീൻ കൊടുക്കുന്നത്. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഞാനിവിടെ മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. മുട്ട യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനൊരു 2 സ്പൂണും അതിന് കുറച്ചും കൂടെ ഒരു 2.5 സ്പൂണ് ഓയിലെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പാക്ക് ഇവിടെ തയ്യാറാക്കി. പാക്ക് വന്നിട്ട് ഞാൻ തയ്യാറാക്കിയത് ചെമ്പരത്തിപ്പൂവും ബനാനയും പിന്നെ മുട്ടയും കൂടെയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്, കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഡേ 5 അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഡേ 6 ആണ്. ഡേ 6-ൽ ഡേ 5-ൽ നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു പാക്ക് ചെയ്തുകൊണ്ട് തന്നെ മുടിയൊക്കെ അത്യാവശ്യം ഡ്രൈ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് കുറച്ച് ഓയിലെടുത്ത് മസാജ് ചെയ്തിട്ട് നോർമലൊന്ന് ഹെയർ വാഷ് ചെയ്തതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്ത് കൊടുത്തില്ല. കാരണം നമ്മൾ ഹെവി ആയിട്ടൊരു പാക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ. അതുകൊണ്ട് അത് തന്നെ മതിയെന്ന് തോന്നി. പിന്നെ വന്നിട്ട് ഡേ 7. ഡേ 5-ൽ നമ്മൾ ഹെവി ആയിട്ടൊരു പാക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഡേ 7-ൽ സിമ്പിളായിട്ടുള്ളൊരു പാക്ക് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് ഞാൻ മുടിയുടെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് വന്നിട്ട് ബനാന പാക്ക് നമ്മൾ പ്രോട്ടീൻ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മുടി കഴുകിയിട്ട് പിന്നുള്ള റിസൾട്ടാണ്. അത്യാവശ്യം ഓയിലുണ്ട്, നല്ല ബൗൺസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മുടിക്ക് കുറച്ച് ആ ഒരു ഹെൽത്തിനെസ് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോട്ടീൻ പാക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഡേ 7 അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു പാക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു പാക്ക് ചെന്നാൽ ഒരു വാട്ടർ ഫോമിലുള്ളൊരു പാക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനായിട്ട് കറിവേപ്പില, തുളസി, പേരയില, പനിക്കൂർക്ക, ഈ ഇലകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ വേപ്പില, അങ്ങനെ കുറേ വേപ്പിലയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഡീറ്റെയിലായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് വേറൊരു രീതിയിലാണ്. വേറൊരു വെച്ചാൽ കുറച്ച് ഇൻഗ്രീഡിയൻ്റൊക്കെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടത്. ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇലയെല്ലാം എടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതൊന്ന് മുറിച്ച് നമ്മൾ തിളപ്പിക്കാനായിട്ട് പോവാണ്. തിളപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉലുവയും കൂടെ കഴുകി അതിൻ്റെ കൂടെ ചേർത്തിട്ട് 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് അത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു പകുതി അര ഗ്ലാസോളം ആകുന്ന രീതി വരെ അതൊന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്താണ് ഞാൻ ഇന്ന് സ്കാൽപ്പിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് മതിയാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോയും ചാനലിൽ കിടപ്പുണ്ട്. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെയാണ് ചേർത്തതെന്നൊക്കെയുള്ളത് ആ വീഡിയോയിലുണ്ട്. പാക്ക് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാൻ തുണിയിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഡേ 7 കഴിഞ്ഞു. പിന്നെ വന്നിട്ട് ഡേ 8 ആണ്. ഡേ 8-ൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ജസ്റ്റ് കുറച്ച് ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം പിന്നെ എന്താ പറയുക, ഒരു നോർമൽ ഹെയർ വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ പാക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം ഡേ 8 എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരാഴ്ചത്തെ ഹെയർ കെയർ കഴിയുന്ന ഒരു ദിവസമാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരു ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഷാമ്പു ചെയ്ത് കൊടുക്കേണ്ട ദിവസമല്ലേ, ഒന്ന് ക്ലീൻ ആക്കേണ്ട ദിവസം. നമ്മളുടെ 9th ഡേ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരാഴ്ചത്തെ ഹെയർ കെയർ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും മുടി ക്ലീൻ ചെയ്യേണ്ട ഒരു ഡേ ആണ്. അപ്പം ഞാനൊരു ഒരാഴ്ച 8 ദിവസം ഒരു റുട്ടീൻ ബേസിൽ മുടി ഒന്ന് കെയർ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ മുടിയിൽ ഒട്ടും തന്നെ അഴുക്കെന്ന് പറയാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. നന്നായിട്ട് കെയർ ചെയ്തതുകൊണ്ട് അഴുക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നില്ല. പകരം ഒരു നാച്ചുറൽ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നാച്ചുറൽ ഷാമ്പു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉലുവയും ചെറുപയറും കൂടെ തലേ ദിവസം കഴുകി കുതിർത്തിട്ട് പിറ്റേ ദിവസം നമ്മളത് എടുത്താണ് ഷാമ്പു തയ്യാറാക്കുന്നത്. ഇവിടെ ഞാൻ
ഇവിടെ ഞാൻ കുതിർക്കാനായിട്ട് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നാണോ കുതിർക്കാനിടുന്നത് അന്നത്തെ ദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കണം. ഇത് പൊങ്ങി വന്നിട്ട് എന്താ പറയുക, കുതിർന്ന് വന്ന് ഇതിനകത്ത് തന്നെ മുങ്ങിക്കിടക്കണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് നമുക്ക് നാളെ എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുതിരട്ടെ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളമാണ് യൂസ് ചെയ്തതെന്ന് തോന്നുന്നു. കഞ്ഞിവെള്ളത്തിന് പകരം വെള്ളമാണ് യൂസ് ചെയ്തത്. പിന്നെ ചെമ്പരത്തിപ്പൂ ഇതിൻ്റെ കൂടെ അന്ന് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് പിറ്റേ ദിവസം എന്താ ഇവിടെ നന്നായിട്ട് പയറും ഉലുവയും ആ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ ലൂസായിട്ടാണ് പാക്ക് എടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണ്. ഞാനിനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോഴത്തേക്കും ലൂസായതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇതങ്ങ് എന്താ പറയുക, കട്ടയാകും, കുറുകി വരും. അതുകൊണ്ട് തന്നെ ഞാൻ ലൂസായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളുടെ പാക്കും നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ലൂസാണെങ്കിൽ നിങ്ങളത് കുറച്ച് നേരം വെച്ചാൽ മതി, അതങ്ങ് ടൈറ്റ് ആയിക്കോളും. പിന്നെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതിയാവും. പിന്നെ ഇതാകുന്ന ചെമ്പരത്തിപ്പൂവ് അറിയാമല്ലോ, അത് ആ ഒരു ഈ ഡ്രൈ ആവുന്ന ഹെയർ ഒന്ന് ഷൈനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ഒരു കോട്ടൻ്റെ തുണി വെച്ച് ആണ് ഞാൻ അരിച്ചെടുക്കാറുള്ളത്. നിങ്ങളത് അരിച്ചെടുക്കുമ്പോൾ ഷിഫോണിൻ്റെ തുണിയാണെങ്കിലും എടുത്താൽ മതി, അല്ലെങ്കിൽ ഷോളിൻ്റെ മെറ്റീരിയലൊക്കെ ഇല്ലേ അതൊക്കെ അരിച്ചെടുക്കാൻ എടുക്കുകയാണെങ്കിൽ അത് എളുപ്പം തന്നെ അരിക്കാനായിട്ട് പറ്റും. ഞാൻ കോട്ടൻ്റെ തുണിയിൽ അരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമാണ് അരിക്കാനെങ്കിലും നന്നായിട്ട് അത് ചെറിയ ഒരു വലിയ തരികളൊന്നുമില്ലാതെ നന്നായിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ കോട്ടൻ്റെ തുണിയിലാണ് അരിച്ചെടുക്കുന്നത്. പക്ഷേ അരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ തലേന്ന് കഴുകി കളയാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് കോട്ടൻ്റെ തുണിയിൽ ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഷിഫോണിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഈ പാക്ക് കുറച്ച് ലൂസാണ്, കുഴപ്പമില്ല, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് ടൈറ്റൻ ആയിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് തലയിൽ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പായിട്ട് ഒരു 4 സ്പൂണ് എണ്ണയാണ് ഞാൻ തലയിൽ ചേർത്തിട്ടുള്ളത്. ഞാനിന്ന് കാസ്റ്റർ ഓയിലോ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. 4 സ്പൂൺ എണ്ണ എടുത്ത് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും ഒക്കെ നന്നായിട്ട് ഓയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ഡീപ്പ് ഓയിലിംഗ് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഓയിൽ തേച്ചിട്ട് തന്നെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക കേട്ടോ. അതായിരിക്കും ബെറ്റർ. കാരണം നന്നായിട്ട് ട്രൈ ആക്കുന്ന ഇതാണ് നമ്മളുടെ ചെറുപയറും പിന്നെ ഉലുവയും. അപ്പോൾ അത്യാവശ്യം ഓയിൽ തേച്ചിട്ട് തന്നെ പാക്ക് തേക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ 9ാമത്തെ ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പാക്ക്. അപ്പം മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇത് നമ്മളുടെ 10 ദിവസത്തെ ഹെയർ കെയറിൽ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന പാക്കാണ്. അപ്പോൾ 10ാമത്തെ ദിവസം നമ്മൾ ഒന്നും തന്നെ ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മളൊരു ഷാമ്പു ഇട്ട് എല്ലാം ക്ലീനാക്കി നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു പാക്ക് ചെയ്ത് കൊടുത്തതല്ലേ. അതുകൊണ്ട് തന്നെ 10ാമത്തെ ദിവസം നമുക്ക് വേണമെങ്കിൽ മുടി കഴുകാം. മുടി കഴുകുമ്പോൾ ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തേച്ച് ശേഷം നോർമൽ ഹെയർ വാഷ് ചെയ്താൽ മതിയാവും. അപ്പോൾ 10ാമത്തെ ഡേ വന്നിട്ട് നമ്മളുടെ ചലഞ്ച് അല്ലെങ്കിൽ നമ്മളുടെ റുട്ടീനിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി ഞാൻ എന്തായാലും കഴുകുന്നില്ല, കാരണം ക്ലീൻ ആയിട്ടുള്ള ഇതല്ലേ. അപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഉണ്ട്. പാക്ക് ചെയ്ത ദിവസം രാത്രിയിൽ ഞാൻ മുടി നന്നായിട്ട് ചീകി സിറമൊക്കെ തേച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലെ ആകുമ്പോഴത്തേന് വലിയ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ രാവിലെയും കൂടെ ടോണർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഡ്രൈനെസ് അറിയത്തില്ല. പിന്നെ ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ ചൂടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുടി കഴുകുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ നാച്ചുറൽ ഷാമ്പൂ ചെയ്തിട്ടുള്ള റിസൾട്ട്. മുടി നല്ല ഡ്രൈ ആണ്. നല്ല ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഡ്രൈനെസ് ഉണ്ട്, പക്ഷേ
ഒത്തിരി അങ്ങനെ മുടി ചെമ്പിച്ചോ അങ്ങനെയൊന്നും തന്നെ ഇരിപ്പില്ല. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് വെട്ടക്കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയായിരുന്നു ഒരു 10 ദിവസത്തെ എൻ്റെ ഹെയർ കെയറിൻ്റെ റുട്ടീൻ വന്നിട്ട്. ഇനിയും ഈ ഒരു റുട്ടീൻ തന്നെ ഫോളോ ചെയ്തു പോവുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇന്നൊന്നും ചെയ്യില്ല. പിന്നെ വന്നിട്ട് നാളെ വന്നിട്ട് ആ സെയിം പ്രൊസീജിയർ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. താല്പര്യമുള്ളവരൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.